സിനിമയുടെ ക്യാമറ നമുക്കൊരു എന്തെങ്കിലും ഡിഫറൻസ് വേണമെന്നുള്ള നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു. അപ്പം ശങ്കർ ഭയങ്കര തിരക്കുള്ള ക്യാമറമാനാണ്, PV ശങ്കർ. ശങ്കറിനെ അങ്ങനെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ചെറിയ ടാസ്ക് അല്ല. അവൻ്റെ ഒരു റെമ്യൂണറേഷൻ ഒക്കെ നമ്മളുടെ മലയാള ഇൻഡസ്ട്രിയിൽ അത് ഓക്കെ ആവുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. പക്ഷേ ഞാനും വിഷ്ണു ചെന്നൈയിലുള്ള സമയം മുതൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആദ്യ സിനിമ ചെയ്യുന്ന സമയം മുതൽ ശങ്കർ നമ്മുടെ സുഹൃത്തും കൂടെ എപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും സിനിമകളെ പറ്റി, അവൻ്റെ സിനിമ. അപ്പം ഞാൻ ഇങ്ങനെ, അപ്പം എന്നെ തമിഴിലൊരു പടം ചെയ്യാൻ വേണ്ടി ശങ്കർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു വലിയ പ്രോജക്റ്റ്. അപ്പോഴാണ് ഈ സിനിമ ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിഷ്ണുവോട് പറഞ്ഞു, വിഷ്ണു ഇവിടുന്ന് ചെയ്യുവാണെങ്കിൽ അത് ഷാജിയേട്ടനായിരിക്കണം. ഷാജിയേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം പുലിമുരുകനായാലും തുടരുവായാലൊക്കെ ചെയ്ത ഷാജിയേട്ടൻ, രാമലീലൊക്കെ ചെയ്ത്. ഷാജിയേട്ടൻ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷാജിയേട്ടൻ എനിക്ക് തോന്നുന്നു ആ സമയത്ത് വേറെ എന്തോ പ്രൊജക്ട് ലൈവ് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, വിഷ്ണു നമുക്കിങ്ങനെ ശങ്കർ, വിഷ്ണു ചേട്ടാ ബഡ്ജറ്റ് അങ്ങനെ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ശങ്കറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മച്ചാ പടമുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടാ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചു. അവൻ ശമ്പളം പറഞ്ഞു. ഞാൻ നേരെ എൻ്റെ പകുതി പറയുക പറഞ്ഞു, ഇതാണ് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇപ്പം എത്ര ദിവസം ഷൂട്ട് തന്നെ. ഞാൻ പറഞ്ഞു 50 ദിവസം കാണാം, നമ്മുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ സിനിമ 85 ദിവസം ഷൂട്ട് ചെയ്തു, ഒരു 3 മാസത്തോളം പ്രീയും ഇപ്പോൾ ഒരു 2 മാസം പോസ്റ്റും അടക്കം ഇത്രയും വർക്കാണ് ചെയ്തു. പക്ഷെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന ടൈപ്പുള്ള വിഷ്വൽസ് അവൻ തന്നു.